വാർഡുമാറി കാടുവെട്ടിയതുമായി ബന്ധപ്പെട്ട് ചെർപ്പുളശ്ശേരി നഗരസഭ കൗൺസിൽ യോഗത്തിന്റെ അവസാന സമയത്ത് അംഗങ്ങൾ തമ്മിൽ തർക്കവും നാടകീയ രംഗങ്ങളും. പെരുമാനാംകുറിശി 7ാം വാർഡ് കൗൺസിലർ സുമിത്ര വിനോദും 9ാം വാർഡ് കൗൺസിലർ എം.ആർ. രാജേഷും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. പക്ഷേ എന്റെ വാർഡിൽ ഒരു കാര്യം നടക്കുമ്പോൾ അത് ഞാനും കൂടെ അറിയണം. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അത് എന്നെ അറിയുന്നില്ല. എന്റെ വാർഡിലെ കാര്യങ്ങൾ എന്റെ അമ്മാവനും അമ്മായിയും മാമനൊക്കെ പറയുമ്പോൾ എനിക്കത് റോഡിന്റെ സൈഡ് വെക്കാതിരിക്കാൻ പറ്റില്ല. നാളെ ഇസാഖാന്റെ വാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ അമ്മാവനും അമ്മായിയും പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ആരോഗ്യ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കണ്ടീഷൻ വരെ കൊണ്ടുപോയി വെട്ടാൻ പറ്റുമോ? അപ്പോ ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. തന്റെ വാർഡായ ആലുംപാറയിൽ തന്നെ അറിയിക്കാതെയാണ് റോഡരികിലെ കാടു വെട്ടിച്ചതെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് സമീപ വാർഡ് കൗൺസിലർ പെരുമാറിയതെന്നും കോൺഗ്രസ് അംഗമായ സുമിത്ര വിനോദ് ആരോപിച്ചു. നഗരസഭ കണ്ടീജൻസ് ജീവനക്കാരെ ഉപയോഗിച്ച് തന്റെ വാർഡിൽ പ്രവൃത്തി നടത്തുമ്പോൾ വാർഡ് കൗൺസിലറെ അറിയിക്കാനുള്ള മര്യാദ കാണിക്കണമെന്നും സുമിത്ര വിനോദ് യോഗത്തിൽ പറഞ്ഞു. സാക്ഷ്യപത്രം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജേഷ് കൗൺസിലറിന്റെ വാർഡിലെയും അതുപോലെ സെമീസ് കൗൺസിലറുടെ വാർഡിലെയും ആളുകൾ എന്റെ വാർഡിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോ ആ രാഷ്ട്രീയ മര്യാദ വെച്ച് ഞാനത് സെമീസ് കൗൺസിലറിനോടും പറഞ്ഞിട്ടുണ്ട്, രാജേഷ് കൗൺസിലറും പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ച ആളാണ് ഞാൻ. ആ മര്യാദ ഞാൻ കാണിക്കുന്നു. അപ്പോ തിരിച്ചും ഞാനത് പ്രതീക്ഷിക്കുന്നു. എന്നാൽ താൻ ആ വാർഡിലെ ഒരു വോട്ടറാണെന്നും പൊതുസ്ഥലം വൃത്തിയാക്കുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും ഇതിനു മറുപടിയായി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ എം.ആർ. രാജേഷ് വ്യക്തമാക്കി. ഞാൻ സുമിത്രയുടെ വാർഡിനകത്തെ ഒരു വോട്ടറാണ്, ഒരു പാവപ്പെട്ട വോട്ടറാണ്. ആ വോട്ടറുടെ വികാരം മനസ്സിലാക്കണം. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആ ഭാഗത്ത് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങൾ ചെയ്യാനോ ആ കൗൺസിലർ കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ പ്രദേശത്തുള്ള ആൾ എന്നോട് പറഞ്ഞത്. ഞാൻ അവിടുത്തെ ഒരു വോട്ടറും കൂടെ ആയതുകൊണ്ട്. അപ്പൊ ഞാനെന്ത് ചെയ്തു? ഞാനൊരിക്കലും ഇപ്പോ സുമിത്രോട് ഒരു എതിർപ്പ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യം കാണിച്ചിട്ടോ ഒന്നുമല്ല ചെയ്തത്. ഞാൻ സ്വാഭാവികമായിട്ട് എന്റെ നാട്ടിലെ ആളുകൾ എന്നോട് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ വാർഡിനകത്തും കൂടി പെരുമാനാംകുറിശ്ശിയുടെ ഒരു റോഡിന്റെ ഒരു വശം ഒരു വാർഡും റോഡിന്റെ മറുവശം വേറൊരു വാർഡാണ്. അപ്പൊ അങ്ങനെ ഒരു തലക്കുന്ന പകുതിയും തൊട്ടി കഴിഞ്ഞ ഓട്ടോമാറ്റിക് ജനങ്ങള് കുറ്റപ്പെടുത്തല്ലോ. തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാനും എം.ആർ. രാജേഷും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതോടെ ബഹളമായി. ജനങ്ങളാരും തെറ്റിദ്ധരിക്കില്ല, 100% പോകുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പെരുമാനാംകുറിശി പ്രദേശത്ത് എന്തും ചെയ്യാൻ പെരുമാനാംകുറിശിയിലെ ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരുണ്ട്, കൗൺസിലർമാരുണ്ട്. മറുപടി നൽകാതെ അംഗങ്ങൾ ഇറങ്ങിപ്പോയതിൽ പ്രതിഷേധിച്ച് സുമിത്ര ഉൾപ്പെടെയുള്ള മറ്റ് കൗൺസിലർമാർ പ്രതിഷേധിച്ചെങ്കിലും ചെയർപേഴ്സൺ മറുപടി നൽകി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങള് ആ കാര്യങ്ങളിൽ രാജേഷ് കൗൺസിലർ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ കാര്യങ്ങളിൽ അവാസ്തവമുണ്ടോ എന്ന് അവർക്ക് പറയാൻ അവസരം കൊടുക്കണ്ടേ? ഇത് സംബന്ധമായി ഓരോരോ വാർഡുകളില് മെമ്പർമാർ ചെയ്യുന്ന പ്രവൃത്തി എന്ത്, ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്ന നിലപാടെന്ത്, ഭരണാധികാരികൾ എടുക്കുന്ന നിലപാടെന്ത്, ചെയർപേഴ്സൺ അഭിപ്രായല്ലേ? ഇത് ഞങ്ങൾക്ക് കേൾക്കണ്ടേ? നിങ്ങൾ എന്താ ഹൈക്കോടതി എന്ന് പറഞ്ഞ് ഉത്തരവാദപ്പെട്ടവർക്ക് ഇറങ്ങി പോവാ. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരേ മനസ്സിലാണ് ആ ചക്രത്തിപ്പോലൂടെ അനുവദിക്കാൻ പറ്റില്ല. ആരോപണ വിധേയമാക്കിയിട്ട് രാജേഷ് കൗൺസിലർ യോഗം അവസാനിപ്പിച്ചു എണീറ്റ് പോയിട്ട് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം 30,000 രൂപയാണ് നമുക്ക് തൊഴിലുറപ്പിന് കിട്ടിയത്. ആലുംപാറ ഭാഗത്ത് 5 ദിവസവും സെയിം അതുപോലെ തന്നെ പെരുമാനാംകുറിശി ഭാഗത്ത് 5 ദിവസവും അവരെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. ആദ്യം നമ്മൾ ബഹുമാനപ്പെട്ട സുമിത്ര കൗൺസിലർ അവരുടെ ഒരു പ്രശ്നം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവർക്ക് പറയാനുള്ള കാര്യം അതോടനുബന്ധിച്ച് പറഞ്ഞു. ഇപ്പോ അതിന് ഒരു ആൻസർ എന്നുള്ള നിലക്ക് സുമിത്ര കൗൺസിലർ അതിന് മറുപടി പറഞ്ഞു. അതും ഞാൻ കേട്ടില്ലേ? CCN ചെർപ്പുളശ്ശേരി.